Hi students, welcome to the new class of Corner for Commerce. In the last class, we have discussed about the meaning and definition of a partnership, meaning of partnership deed, the contents of partnership deed, the rules which are applicable in the absence of partnership deed, etc. In this class, we are going to discuss the accounting treatment of a partnership. ആദ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു പാർട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ചാണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ വളരെ ലളിതമായി അത് മനസ്സിലാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. പാർട്ണർഷിപ്പിൽ ഓരോ പാർട്ട്നേഴ്സിനും സ്വന്തമായി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഉണ്ടാവണം. കാരണം പാർട്ട്നേഴ്സും പാർട്ണർഷിപ്പും തമ്മിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അവർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, അവരുടെ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട റെക്കോർഡിംഗ്സ് നടത്തേണ്ടതുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, ഇങ്ങനെ കുറെ ഐറ്റംസ് അവരുടെ പാർട്ട്നേഴ്സും പാർട്ണർഷിപ്പും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയി വരും. ഇവയൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. അതാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാവുന്ന ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം. ഒരു പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അതാണ് ഒന്നാമത്തെ ഐറ്റം, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ണർ. ദാറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ്. ഫസ്റ്റ് ഐറ്റം അതാണ്, ക്യാഷ് ഓർ അസറ്റ്സ്, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ണർ. ഇനി പഴയ അല്ലെങ്കിൽ നിലവിലുള്ള പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഈ പാർട്ണറുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും ആദ്യമായി നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഉണ്ടാവും. ഇത് രണ്ടുമാകാം ഫസ്റ്റ് ഐറ്റം. അടുത്തതായി വരാൻ പറ്റുന്നത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ട്നേഴ്സ് ആണ്, അഡീഷണൽ ആയി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. ഇനിയും ഇതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽസ് വരാം. അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട്, പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാറുണ്ട്. റെമ്യൂണറേഷൻ ഓഫ് പാർട്ട്നേഴ്സ്, സാലറി ആവാം, കമ്മീഷൻ ആവാം, അങ്ങനെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഉണ്ടാവാം. അതേപോലെ പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകൾ, ഡ്രോയിങ്സ് എന്നാണ് നമുക്ക് പറയുന്നത്. രണ്ട് രീതിയിലുള്ള വിഡ്രോവൽസ് ഉണ്ട്. വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഉണ്ട്, അതുണ്ടാവും, ഉണ്ടെങ്കിൽ അത് വരണം. അതുപോലെ റെഗുലർ വിഡ്രോവൽസ് ഉണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്നാണ് വിളിക്കുന്നത്. ആ ഡ്രോയിങ്സ് ഉണ്ടാവാം. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതും റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഈ ഡ്രോയിങ്സ് നമ്മൾ പാർട്ട്നേഴ്സിൽ നിന്ന് ഈടാക്കുന്ന എമൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് റെക്കോർഡ് ചെയ്യണം. ഇതൊക്കെ കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവസാനത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ സ്ഥാപനം ഒരു വർഷത്തിലുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഷെയർ ഓഫ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഉണ്ടാകാം. ഇത്രയും ഐറ്റംസ് ആണ് സാധാരണഗതിയിൽ ഒരു പാർട്ണർഷിപ്പിന്റെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാകാവുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഒരു ഫോർമാറ്റ്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ, ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ണർ ആണ്. നമുക്കറിയാം ഇത്ര ഐറ്റംസ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റൂൾ നമുക്കറിയാം, ഡെബിറ്റ് ദ ഡിക്രീസ് ആൻഡ് ക്രെഡിറ്റ് ദ ഇൻക്രീസ് എന്നാണ്. നമ്മൾ ഒന്നാം വർഷത്തിൽ പഠിച്ചിട്ടുണ്ട്, ഡെബിറ്റ് ദ ഡിക്രീസ് ആൻഡ് ക്രെഡിറ്റ് ദ ഇൻക്രീസ്. ഈ പറഞ്ഞ ഐറ്റംസിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് ദ ഡിക്രീസ് എന്നാണല്ലോ റൂൾ. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാൻ ഇടയാക്കുന്ന ഐറ്റംസ് ഒക്കെയും ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്കിനി ഓരോ ഐറ്റംസിനെ പരിശോധിക്കാം. ആദ്യം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ണർ. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്യാപിറ്റലിനേക്കാൾ ഇത്രയും എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ അത്രയും എമൗണ്ട് കൂടി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് ഈ ഐറ്റം ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പാർട്ണർ ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അത് രണ്ട് കാര്യങ്ങളാവാം. ഒന്നിൽ ക്യാഷ് അയക്കാൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റ് ആവാം. ക്യാഷ് ആണെങ്കിൽ ബൈ ക്യാഷ് എന്ന് എഴുതുന്നു. മറ്റെന്തെങ്കിലും അസറ്റ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ ആ അസറ്റിന്റെ പേരും, ഇപ്പൊ ക്യാപിറ്റൽ ബിൽഡിംഗ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ ബൈ ബിൽഡിംഗ്, അതല്ല ലാൻഡ് ആണ് കൊണ്ടുവരുന്നെങ്കിൽ ലാൻഡ്, ബൈ ലാൻഡ്, സ്റ്റോക്ക് ആണെങ്കിൽ ബൈ സ്റ്റോക്ക്. അങ്ങനെ ഏത് അസറ്റ് ആണോ കൊണ്ടുവരുന്നത് ആ അസറ്റ്. അപ്പൊ ബൈ ക്യാഷ് ഓർ ആ അസറ്റിന്റെ പേര് ബൈ അസറ്റ്സ്.
അസറ്റിന്റെ പേരെന്താണോ ആ അക്കൗണ്ടിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ പാർട്ണർ ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ക്യാഷ് ഓർ ബൈ അസറ്റ്സ്. ഇത് പുതുതായി ഒരു പാർട്ണർ വരികയാണെങ്കിലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ണർഷിപ്പ് തുടങ്ങുമ്പോഴാണ്. നിലവിലുള്ള പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഈ പാർട്ട്നേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആണ് ആദ്യമായി വരേണ്ടത്. അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയി ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റിൽ എഴുതേണ്ടി വരും. ഇതിന് പകരം അതായിരിക്കും ഉണ്ടാവുക. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും ഇത് തന്നെയാണ് റൂൾ. അഡീഷണൽ ആയി ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും വീണ്ടും ക്യാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുകയാണ്. ബൈ ക്യാഷ് ഓർ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതുന്നു. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി പറഞ്ഞ ഐറ്റംസിലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ ബാലൻസിൽ എഴുതുമ്പോൾ ആ ക്യാപിറ്റൽ ബാലൻസ് കൂടുകയാണ്. സാലറി, കമ്മീഷൻ പോലുള്ള റെമ്യൂണറേഷൻസ് ഇവയും പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും എഴുതുമ്പോൾ അവരുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൂലവും റെമ്യൂണറേഷൻ മൂലവും മറ്റും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, അതായത് സാലറി ടു പാർട്ട്നേഴ്സ്, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ്, ഇത് രണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനിയും ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ബിസിനസ് നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകളാണ്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകൾ മൂലം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കുറയുന്നു. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മൂലവും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കുറയുന്നു. ഇത് രണ്ടും മൂലം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് കുറയുകയായതുകൊണ്ട് ഇതേ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ദ ഡിക്രീസ് എന്നുള്ള റൂൾ അനുസരിച്ച് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ് പോലെ അല്ലാതെ സ്ഥിരമായി ക്യാപിറ്റലിൽ നിന്ന് ചിലപ്പോൾ പണം വിഡ്രോ ചെയ്യാം. ഡ്രോയിങ്സ് റെഗുലറായി വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ്. പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ റെഗുലറായി വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനാണ് ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ചിലപ്പോൾ ക്യാപിറ്റൽ ഒരാൾക്ക് കൂടുതലാണെന്ന് തോന്നിയാൽ ആ കൂടുതലുള്ള എമൗണ്ട് സ്ഥിരമായി അദ്ദേഹം വിഡ്രോ ചെയ്തുകൊണ്ട് അതിനെ വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. അതുമൂലവും പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ ബാലൻസ് കുറയും. അപ്പോഴും ഡെബിറ്റ് ദ ഡിക്രീസ് റൂൾ അനുസരിച്ച് വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അത് ടു ക്യാഷ് അല്ലെങ്കിൽ ടു അസറ്റ് എന്താണോ വിഡ്രോ ചെയ്തത് അതിനെ ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഡ്രോയിങ്സും വിഡ്രോവൽ ഫ്രം ക്യാപിറ്റലും റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനിയുള്ളതാണ് പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ലോസിന്റെ ഷെയർ. പ്രോഫിറ്റ് ആണ് വർഷത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി കഴിയുമ്പോൾ പാർട്ട്ണർഷിപ്പിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിൽക്കുന്നില്ല. പാർട്ണർഷിപ്പിന്റെ ഫൈനൽ അക്കൗണ്ട്സിലെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് കഴിഞ്ഞിട്ട് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റിനെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അതിനുശേഷമാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് എല്ലാ പ്രോഫിറ്റിന്റെ ഷെയറിങ്ങുകളും നടക്കുന്നത്. അതുകൊണ്ട് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ്. ഇപ്പൊ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ എമൗണ്ട് ലാഭമാണെങ്കിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ഇൻക്രീസ് ക്യാപിറ്റൽ, അത് ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്നു. സോ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലില് പ്രോഫിറ്റ് മൂലം വർദ്ധിക്കുന്നതുകൊണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് ത്രൂ ലോസ് ദ ക്യാപിറ്റൽ ബാലൻസ് ഡിക്രീസസ്. ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. സോ ദ ഷെയർ ഓഫ് ലോസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നായതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നായതുകൊണ്ട് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് ഷെയർ ഓഫ് പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. എഴുതുന്നത് ഇങ്ങനെയാണ്, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് എഴുതും. ഇങ്ങനെയാണ്. ഇത്രയും എഴുതിയിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസിംഗ് ഫിഗർ ആ വർഷത്തെ ആ പാർട്ണറുടെ ഏത് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടോ തയ്യാറാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആയിരിക്കും. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മൾ മനസ്സിലാക്കിയല്ലോ, കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ചെറിയ പ്രോബ്ലം ചെയ്ത് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം.
നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അനു ആൻഡ് ബിനു entered into partnership on 1st January 2018, contributing rupees 60,000 and 50,000 respectively. അപ്പോൾ അനു ബിനു ആണ് പാർട്ട്നേഴ്സ്, രണ്ട് പാർട്ട്നേഴ്സ്. അവരുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 2018 ജാനുവരി 1. അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 60,000 50,000. നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഒരു ക്യാഷാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ബൈ ക്യാഷ് എന്ന് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനി ഇവരുടെ അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ ദേ ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഇവരുടെ ഷെയറിംഗ് റേഷ്യോ ആണ് 3:2. അതായത് 3:2 ആണ്. 3 + 2 5 ആണ് ടോട്ടൽ ഷെയർ. അപ്പോൾ അനുവിന് 3/5 കിട്ടും, ബിനുവിന് 2/5. അതായത് എത്ര ലാഭമുണ്ടായാലും അതിൻ്റെ 3/5 അനുവിനും 2/5 ബിനുവിനുമാണ് കിട്ടേണ്ടത്. അടുത്തത്, അനു വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹5,000. അനുവിന് മാത്രം സാലറി കിട്ടുന്നുണ്ട്. അനു ആക്റ്റീവ് പാർട്ണർ ആയിരിക്കും. സാലറി ₹5,000 ഉണ്ട്. അനുവിന് മാത്രമേ ഉള്ളൂ. അത് പെർ ആനം എന്നാണ്. PA എന്ന് പറഞ്ഞാൽ പെർ ആനം എന്നാണ്, ഒരു വർഷത്തെ സാലറിയാണ്. അതുകൊണ്ട് ഇത് അനുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ, സാലറി ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ബൈ സാലറി എന്ന് 5,000 അനുവിന് എഴുതിയാൽ മതിയാവും. ചില ക്വസ്റ്റിനകത്തിൽ സാലറി പെർ മന്ത് തന്നിട്ടുണ്ടാവാം. പെർ മന്ത് ആണെങ്കിൽ ഒരു മാസത്തെ സാലറി ആയിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കാക്കാൻ വേണ്ടി ഈ തരുന്ന എമൗണ്ടിനെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ അങ്ങനെ ആവശ്യമില്ല, ഒരു വർഷത്തേതാണ് തന്നിരിക്കുന്നതുകൊണ്ട് 5,000 തന്നെ കാണിച്ചാൽ മതി. അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡ് അറ്റ് 6% പെർ ആനം. 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഓരോരുത്തർക്കും അവരുടെ ക്യാപിറ്റലിൻ്റെ 6% ഇൻട്രസ്റ്റ് കിട്ടും. ആദ്യം അനുവിൻ്റെ 60,000 ആയിരുന്നു ക്യാപിറ്റൽ. അനുവിന് 60,000ൻ്റെ 6/100, അതായത് 3,600 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുക്കണം. അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അനുവിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതുന്നു. ബിനുവിന് 50,000 ആണ് ക്യാപിറ്റൽ. അതിൻ്റെ 6% 6/100 എടുക്കുമ്പോൾ 3,000 എന്ന് കിട്ടും. അതാണ് ബിനുവിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതേണ്ടത്. അടുത്തതായിട്ട്, ദ ഡ്രോയിങ്സ് ഓഫ് അനു ആൻഡ് ബിനു ഫോർ ദി ഇയർ എൻഡിങ് 31st December 2018 വേർ ₹5,000 and 4,000. അവരുടെ ഡ്രോയിങ്സ് ആണ്. ആ വർഷത്തേക്കുള്ള ആകെ ഡ്രോയിങ്സ് 5,000 4,000. രണ്ടുപേരുടെ ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് അനുവിൻ്റെ ഡെബിറ്റ് സൈഡിൽ 5,000, ബിനുവിൻ്റെ ഡെബിറ്റ് സൈഡിൽ 4,000 ടു ഡ്രോയിങ്സ് എന്ന് റെക്കോർഡ് ചെയ്യണം. ഇനി അതിൻ്റെ ഇൻട്രസ്റ്റും പറയുന്നുണ്ട്. ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അനു ₹300 ആൻഡ് ബിനു 200. അനുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300ഉം ബിനുവിൻ്റേത് 200ഉം ആണ്. അപ്പോൾ അത് രണ്ടുപേരുടെയും ഡ്രോയിങ്സിനോടൊപ്പം തന്നെ ഡെബിറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ കുറയാനിടയാക്കുന്നത്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ അക്കൗണ്ടിൽ 300ഉം ബിനുവിൻ്റെ അക്കൗണ്ടിൽ 200ഉം റെക്കോർഡ് ചെയ്യണം. അവസാനത്തെ സെൻറ്റൻസിൽ പ്രോഫിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോഫിറ്റ് ഓഫ് ദി ഫേം, സ്ഥാപനത്തിൻ്റെ മൊത്തം പ്രോഫിറ്റ് ആ വർഷത്തിൽ ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ അനു സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ചാർജിങ് ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് ആയിട്ടുള്ള അവരുടെ ഡിവിസിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ല ഡിവിസിബിൾ, അവർക്ക് ഷെയർ ചെയ്യാനുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ₹20,000 ആണെന്ന് അവസാനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 20,000 രൂപയാണ് അവരുടെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിനെ നമ്മൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 3:2 ആണ്. 3/5 അനുവിനും 2/5 ബിനുവിനും. 20,000 3/5 എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 3/5 12,000 12,000 രൂപ. 20,000 ഇൻറ്റു 2/5 8,000 8,000 രൂപ. ഇത് രണ്ടുപേർക്കും അവരവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തിൽ ഇത് ഈ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് കൂടുകയാണ് ക്യാപിറ്റൽ. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പ്രോഫിറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. കാരണം ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. രണ്ടുപേർക്കും പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി ഇതുകൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ 2 പാർട്ട്നേഴ്സ് ആണ്, അതുകൊണ്ട് 2 ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. 3 പാർട്ട്നേഴ്സ് ആയിരുന്നെങ്കിൽ 3 ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോരുത്തരുടെയും പേരിൽ തയ്യാറാക്കണമായിരുന്നു. അതാണ് ശരിയായ രീതി. എന്നാൽ നമ്മളുടെ ക്ലാസ്സിലും അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ നമുക്കിങ്ങനെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഓരോ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എല്ലാ അക്കൗണ്ടിലും എഴുതേണ്ട ഐറ്റംസ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ബൈ ക്യാഷ് എന്നുള്ളത് എല്ലായിടത്തും എഴുതേണ്ടി വരും, കാരണം എല്ലാവരും ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതേണ്ടി വരും, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുകയായതുകൊണ്ട് അത്രയും തവണ ആവർത്തിച്ചെഴുതിയുള്ള സമയം ഒഴിവാക്കാൻ വേണ്ടി, സമയം ലാഭിക്കാൻ വേണ്ടി, എക്സാം പോയിന്റ് ഓഫ് വ്യൂ സമയം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ കോളംനാർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. കോളംനാർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പേരിൽ ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് പകരം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവർക്ക് ഓരോരുത്തർക്കും
ഓരോ കോളം പ്രൊവൈഡ് ചെയ്യുന്നു രണ്ട് സൈഡിലും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇപ്പോൾ ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളതുകൊണ്ട് രണ്ട് എമൗണ്ടുകളും അനുവിൻ്റെ എമൗണ്ടുകളും ബിനുവിൻ്റെ എമൗണ്ടുകളും. ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ടുകളും അനുവിൻ്റെ എമൗണ്ടുകളും ബിനുവിൻ്റെ എമൗണ്ടുകളും. എന്നിട്ട് ഓരോരുത്തരുടെ ഐറ്റംസ് അവിടെ എഴുതും. ബൈ ക്യാഷ് എന്ന് എഴുതുമ്പോൾ അനുവിൻ്റെ കോളത്തിൽ 60,000 എഴുതും, ബിനുവിൻ്റെ കോളത്തിൽ 50,000 എഴുതും. ബൈ സാലറി എഴുതുമ്പോൾ പക്ഷേ അനുവിന് മാത്രമേ സാലറി ഉള്ളതുകൊണ്ട് അനുവിൻ്റെ കോളത്തിൽ മാത്രം എഴുതിയാൽ മതി, 5,000 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുമ്പോൾ രണ്ടുപേർക്കും എഴുതാം. അതുപോലെ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് എഴുതുമ്പോൾ രണ്ടുപേരുടെയും അതാത് കോളത്തിൽ എഴുതേണ്ടി വരും, 5,000, 4,000. അങ്ങനെ എല്ലാവരുടെ അവരവരുടെ കോളത്തിൽ എമൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ രൂപമാണ് കോളംനർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ രൂപത്തിൽ കോളംനർ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നതിൻ്റെ ആൻസർ കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരുന്നതാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അനുവിൻ്റേത് 60,000 റെക്കോർഡ് ചെയ്യുന്നു, ബിനുവിൻ്റേത് 50,000. പിന്നീട് സാലറി അനുവിന് മാത്രം, അത് ബൈ സാലറി എന്ന് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ക്യാപിറ്റൽ കൂടുന്നതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ സാലറി അനുവിൻ്റെ കോളത്തിൽ 5,000, ബിനുവിനില്ല, അവിടെ ബ്ലാങ്ക്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ച് എഴുതണം, അതും ക്രെഡിറ്റ് സൈഡിലാണ്. അനുവിന് 60,000-ൻ്റെ 6%, 3,600, ബിനുവിൻ്റെ കോളത്തിൽ 3,000. അടുത്ത ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ് അനുവിന് 5,000, ബിനുവിന് 4,000. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അനുവിൻ്റെ കോളത്തിൽ 300, ബിനുവിൻ്റെ കോളത്തിൽ 200. ഇനി പ്രോഫിറ്റ് ആണ് 20,000 അവസാനത്തേത്. അത് 3:2 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് 12,000 ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 20,000-ൻ്റെ 3/5 12,000 അനുവിൻ്റെ കോളത്തിലും, 20,000-ൻ്റെ 2/5 8,000 ബിനുവിൻ്റെ കോളത്തിലും. ഇത്രയേ ഉള്ളൂ. ഇനി ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് കിട്ടുന്നത് അനുവിൻ്റേത് 75,300, ബിനുവിൻ്റേത് 56,800. So today we have discussed about the preparation of capital account of a partner. അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഒരു പ്രോബ്ലവും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. അത് നമുക്ക് അതിൻ്റെ കൃത്യമായ മറുപടികൾ ലഭിക്കുന്നതാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ റെക്കോർഡ് ചെയ്യാം. സംശയങ്ങൾ നമുക്ക് തീർക്കാം. എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.